ഹായ്, വെൽക്കം ബാക്ക് ടു അപ്നി വ്ളോഗ്. നമ്മളിന്ന് ജിങ്ക സർവീസിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ പൊന്നാനി അഴിമുഖം എന്നീ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ജിങ്ക സർവീസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പടിഞ്ഞാറക്കരയാണ്. പടിഞ്ഞാറക്കരയിൽ നിന്നാണ് നമ്മൾ ജിങ്കയിൽ കയറാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പോലുള്ള സ്ഥലത്തേക്ക് തിരൂരിൽ നിന്നായാലും കോഴിക്കോട് നിന്നായാലും എളുപ്പം അവർക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് ലാഭിക്കാൻ നമ്മുടെ ജങ്കാറ് കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ജങ്കാറിലെ കാഴ്ചകൾ, ജങ്കാറിൽ പോകുമ്പോഴുള്ള ഒരു 10 മിനിറ്റിൻ്റെ യാത്ര മാത്രമേ നമുക്ക് ജങ്കാറിലുള്ളൂ. അപ്പോൾ ഈ ഒരു യാത്ര എങ്ങനെയാണ് ആസ്വദിക്കുന്നത് അതൊന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജങ്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ജങ്കാറിലൊന്ന് കയറി ഇതിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇതാണ് നമ്മുടെ ജങ്കാർ സർവീസ്, കൊച്ചിൻ സർവീസ് 3. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പടിഞ്ഞാറേക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. പടിഞ്ഞാറേക്കര ബീച്ചിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ഉണ്ടോ കാറ്റാടികളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് ശരിക്കും നല്ലൊരു ചൂടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ശാന്തമായി വന്നിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. അഴിയുടെ ഭാഗത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പുഴയിലൂടെയാണ് ജങ്കാർ സർവീസ്. അപ്പുറം ബോട്ട് പോകുന്ന കണ്ടില്ലേ, അത് കടലിലാണ്. ഓരോ ബോട്ടിൻ്റെയും വേഗത അനുസരിച്ച് നമ്മുടെ ഓളങ്ങളുടെ ശക്തി അവിടെ കൂടുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജങ്കാറൊക്കെ ഭയങ്കര ആട്ടമാണ് കേട്ടോ ആടുന്നത്. അങ്ങനെ നമ്മൾ പൊന്നാനി എത്തി. പൊന്നാനിലെ കൗണ്ടറാണ് കാണുന്നത്. അതിമനോഹരമായ ഒരു ജങ്കാർ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിത് ഇക്കരെ എത്തിയിരിക്കുകയാണ്. കയറാത്തവരൊക്കെ ഉണ്ട് വെച്ചാൽ വരിക കേട്ടോ. എന്നിട്ട് ജങ്കാറിൽ കയറാൻ നല്ലൊരു അനുഭവം തന്നെയാണ്.